DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 വർഷത്തെ സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന അഞ്ചാമത്തെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും അവസാന സമ്പൂർണ്ണ ബജറ്റാണിത്. ഈ ബജറ്റിൽ പൊതുജനങ്ങളെ ഗുണപരമായും ദോഷകരമായും ബാധിക്കുന്ന പ്രധാന പ്രഖ്യാപനങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഈ ബജറ്റിലൂടെ ഭൂനികുതി 50% വർദ്ധിപ്പിച്ചു. ഇതിലൂടെ 100 കോടിയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങൾക്ക് തിരിച്ചടിയായ ഒരു പ്രഖ്യാപനമാണിത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയും കൂട്ടിയിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞ ബൈക്ക്, മുച്ചക്ര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിച്ചു. കോടതി ഫീസുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് ഈ ബജറ്റിൽ പ്രധാനമായും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു DA കൂടി അനുവദിച്ചു. ക്ഷേമബത്ത ഏപ്രിലിലെ ശമ്പളത്തിൽ ലഭിക്കും. സർക്കാർ ജീവനക്കാരുടെ ഭവന വായ്പയ്ക്ക് 2% പലിശയിളവ് അനുവദിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PFൽ ലയിപ്പിക്കുന്നതാണ്. നഗര ഗ്രാമപ്രദേശങ്ങളിലെ ഇടത്തരക്കാർക്ക് താങ്ങാവുന്ന ചിലവിൽ ഭവനം യാഥാർത്ഥ്യമാക്കുവാൻ ബജറ്റിൽ സഹകരണ ഭവന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗര ഗ്രാമപ്രദേശങ്ങളിലെ ഇടത്തരക്കാർക്ക് താങ്ങാവുന്ന ചിലവിൽ വീടുകൾ ലഭിക്കുന്ന റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 1 ലക്ഷം ഭവനങ്ങൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ, ഹൗസിംഗ്, സഹകരണ വകുപ്പുകൾ സഹകരിച്ച് വിശദമായ പദ്ധതി രൂപീകരിക്കും. ഭവന വായ്പയ്ക്ക് പലിശയിളവ് നൽകുന്നതിന് ബജറ്റിൽ 20 കോടി രൂപ നീക്കിവെച്ചതായും ധനമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോകൾ യാഥാർത്ഥ്യമാക്കും. തിരുവനന്തപുരം മെട്രോയുടെ ആദ്യഘട്ട പ്രവർത്തനം ഈ വർഷം തന്നെ ആരംഭിക്കും. കേരളത്തിൽ ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി മനസ്സിലാക്കി അവ വാടകയ്ക്ക് നൽകുന്നതിനായി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി K-ഹോംസ് പദ്ധതി ധനമന്ത്രി അവതരിപ്പിച്ചു. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്തുവാനും ഇതിലൂടെയാകും. ആരോഗ്യമേഖലയ്ക്ക് 10,431 കോടി അനുവദിച്ചു. കാരുണ്യ ഇൻഷുറൻസ് ചികിത്സാ പദ്ധതിക്കായി 700 കോടി രൂപയാണ് അനുവദിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്ഷേമ പെൻഷൻ 200 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഇത്തരത്തിലുള്ള സൂചനകൾ ധനമന്ത്രിയും നൽകിയിരുന്നു. എന്നാൽ താൻ ധനമന്ത്രിയായ ശേഷം 5 ബജറ്റുകൾ അവതരിപ്പിച്ചുവെങ്കിലും ക്ഷേമ പെൻഷൻ തുകയിൽ 1 രൂപ വർദ്ധിപ്പിക്കുവാൻ പോലും KN ബാലഗോപാൽ തയ്യാറായില്ല എന്നത് ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ നൽകി വന്നിരുന്ന മാസം 1,600 രൂപ എന്ന പെൻഷൻ 2,500 രൂപയായി ഉയർത്തുമെന്നായിരുന്നു ഈ സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. എന്നാൽ 5ാമത്തെ ബജറ്റിലും 1 രൂപയുടെ വർധന പോലും നടപ്പാക്കുവാൻ ധനമന്ത്രി കൂട്ടാക്കിയില്ല. ക്ഷേമ പെൻഷന്റെ 3 മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി നൽകുമെന്ന് മാത്രമായിരുന്നു ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞത്. ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഓരോ മാസത്തെ പെൻഷൻ തുകയോടൊപ്പം ഇടക്ക് വിശേഷ ദിവസങ്ങളിൽ ഒരു കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്ത് 3,200 രൂപ വീതം 3 തവണ വിതരണമുണ്ടാകും. അതിനാൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് പെൻഷൻ തുകയിൽ വർധന വരുത്താത്തത് വലിയ തിരിച്ചടിയാണ്. കുടിശ്ശിക പെൻഷനും പ്രതിമാസ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നുള്ളതാണ് ചെറിയൊരു ആശ്വാസത്തിന് വകയുള്ളത്. സംസ്ഥാനത്തെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 10,000 രൂപ വെച്ച് ഫെലോഷിപ്പ് നൽകുന്ന പുതിയ പദ്ധതി ഉൾപ്പെടെ മറ്റ് പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.